ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദൻ. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് എങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസി കടബാധ്യതകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്താൽ അതിന്റെ മെച്യൂരിറ്റി സമയത്ത് നമുക്ക് ആ ഒരു തുക കിട്ടുമെന്നും അത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇൻ കേസ് ആ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ ആ ഒരു തുക എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇവിടെ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു സ്കീം എടുത്തു, ആ ആൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ ഒരു തുക ആ കുടുംബത്തിന് സുരക്ഷിതമായിട്ട് പരിരക്ഷയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ തുകയെ എങ്ങനെ ഉപയോഗിക്കാം? കൃത്യമായിട്ടും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ബാധ്യതയൊക്കെ കാണും അല്ലെ. ചിലപ്പോൾ ചിലർ വീട് വെച്ചിരിക്കുന്നത് ലോൺ എടുത്തിട്ടായിരിക്കാം, വാഹനം വാങ്ങിയത് ലോൺ എടുത്തായിരിക്കാം, പിന്നെ ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ടാവാം, അങ്ങനെ പല ബാധ്യതകളും ഉണ്ടാകും. അപ്പോൾ ഒരു കുടുംബനാഥനൊക്കെ ആണെങ്കിൽ അവരുടെ അഭാവത്തിൽ ആ കുടുംബത്തിൽ ആ ബാധ്യതയെല്ലാം തീർക്കേണ്ടത് ഒരു കാര്യമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡെത്ത് ബെനിഫിറ്റ് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ബാധ്യതകൾ, ലോണുകൾ, EMI, ഇത് അങ്ങനെയുള്ള കടങ്ങളെല്ലാം തീർക്കാനായിട്ട് ഈ തുക ഉപയോഗിക്കാൻ സാധിക്കും. അത് തീർത്തതിന് ശേഷം ബാക്കി തുകയുണ്ടെങ്കിൽ അത് അവരെ കുട്ടികളുടെ നിത്യചെലവിനോ പഠനത്തിനോ ഒക്കെ യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു സ്കീം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെത്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു തുക കൊണ്ട് കുടുംബത്തിന്റെ സുരക്ഷിതമാണ് അവിടെ ഉറപ്പാക്കുന്നത്. കാരണം ആ ഒരു ബാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ബാധ്യത ഇല്ലെങ്കിൽ ആ ഒരു ഡെത്ത് ബെനിഫിറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിത ചെലവിനോ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു കുടുംബത്തിന് കിട്ടുന്ന ഒരു പരിരക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്കീമിൽ ചേരുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമുക്ക് എന്തൊക്കെ കടങ്ങളുണ്ടോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു തുക ഇൻഷുർ ചെയ്യാനായിട്ട്. സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെറുതെ ഒരു സ്കീം എടുത്തേക്കാം എന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞത് മതിയെന്ന് എടുക്കും. പക്ഷെ അവർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കടങ്ങൾ വീട്ടാനുള്ള തുക ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് കൂടെ അവർ ചിന്തിക്കണം. നമ്മളുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനനുസരിച്ച് കൊണ്ട് നടക്കാം. പക്ഷെ നമ്മൾ ഇല്ലാതെയായാൽ നമ്മുടെ കുടുംബത്തിന് ആ ഒരു വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാതിരിക്കേണ്ടത്. അപ്പോൾ ഒരു പോളിസിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയൊക്കെയാണ് അത് ഉപകാരപ്പെടുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.